നല്ലൊരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. വാ, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ നമ്മൾ എണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു, പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തു. പട്ട, ഗ്രാമ്പൂ, അതുപോലെ നമ്മുടെ ഏലക്കായ, പിന്നെ പെരിഞ്ചീരകം അത്രയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ട് വഴറ്റിയെടുത്തു. അതിൻ്റെ ഒപ്പം ഞാൻ ചെയ്തത് മഷ്റൂമൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടോ അതുകൂടി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിനയില, മല്ലിയില, അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ഉപ്പ്, പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കി അത് ഈ മഷ്റൂമിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായി ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ 2 തക്കാളി നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ അതെല്ലാം അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. അരിക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അങ്ങ് അരി ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് അരി അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് വിസിലൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും അങ്ങ് ആസ്വദിച്ച് കഴിച്ചോട്ടോ. ഞാൻ മഷ്റൂം ബിരിയാണിയും പപ്പാടവും അതുപോലെ മഷ്റൂം മസാലയൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്തോളൂ.